ഭൂമിയുടെ ഉപരിതലത്തിലെ വിള്ളലുകളിലൂടെ തിളച്ചുമറിയുന്ന മാഗ്മ, വാതകങ്ങൾ എന്നിവ പുറന്തള്ളുന്ന പർവ്വതങ്ങളാണ് അഗ്നിപർവ്വതങ്ങൾ. ഭൂമിയുടെ മുകളിലെ മാന്റിനുള്ളിൽ നിന്ന് മാഗ്മ ഉപരിതലത്തിൽ പൊട്ടിത്തെറിക്കുന്നതിലൂടെയാണ് ഒരു അഗ്നിപർവ്വതം രൂപപ്പെടുന്നത്. ഉപരിതലത്തിലേക്ക് പൊട്ടിത്തെറിക്കുന്ന മാഗ്മ ഭാരം നിക്ഷേപിക്കുന്ന ഒരു ലാവാ പ്രവാഹമായി മാറുന്നു. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് തുടരുമ്പോൾ ഉപരിതലത്തിലേക്ക് ലാവയുടെ ഒരു പുതിയ പാളി കൂടിച്ചേർന്ന് ഒരു പർവ്വതമായി മാറുന്നു. അഗ്നിപർവ്വതങ്ങളെ സജീവം, സുഷുപ്തി അല്ലെങ്കിൽ വംശനാശം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം. വീണ്ടും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളവയാണ് സജീവ അഗ്നിപർവ്വതങ്ങൾ. സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതങ്ങൾ വളരെ കാലമായി പൊട്ടിത്തെറിക്കാത്തവയാണ്, പക്ഷേ ഭാവിയിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതുമാണ് അവ. വംശനാശം സംഭവിച്ച അഗ്നിപർവ്വതങ്ങൾ ഭാവിയിൽ പൊട്ടിത്തെറിക്കുമെന്ന് പ്രതീക്ഷിക്കാത്തവയാണ്. ഭൂമിയുടെ പുറന്തോടിന്റെ ഭാഗത്ത് മാഗ്മ രൂപപ്പെടുന്നതോടെയാണ് അഗ്നിപർവ്വത സ്ഫോടനം ആരംഭിക്കുന്നത്. അഗ്നിപർവ്വതങ്ങളെ നാലായി തരംതിരിക്കാം: സിൻഡർ കോൺ അഗ്നിപർവ്വതങ്ങൾ, സംയുക്ത അഗ്നിപർവ്വതങ്ങൾ, ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ, ലാവ അഗ്നിപർവ്വതങ്ങൾ. ഏറ്റവും ലളിതമായ അഗ്നിപർവ്വതങ്ങളാണ് സിൻഡർ കോൺ. ഒരു അഗ്നിപർവ്വത ദ്വാരത്തിൽ നിന്ന് കണികകളും ലാവാത്തുള്ളികളും പുറന്തള്ളുന്നു. ലാവ ശക്തമായി വായുവിലേക്ക് വീശുകയും കഷ്ണങ്ങൾ വായുവിന് ചുറ്റും മഴയായി പെയ്യുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് വൃത്താകൃതിയിലുള്ളതോ ഓവൽ ആകൃതിയിലുള്ളതോ ആയ ഒരു കോൺ രൂപപ്പെടുത്തുന്നു. സിൻഡർ കോൺ അഗ്നിപർവ്വതങ്ങൾ അവയുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഏകദേശം 1000 അടിയിൽ കൂടുതൽ വലുതായി വളരുന്നത് അപൂർവമാണ്. സംയുക്ത അഗ്നിപർവ്വതങ്ങൾ ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ചിലതാണ്. അവയെ സ്ട്രാറ്റോ വോൾക്കാനോകൾ എന്നും വിളിക്കുന്നു. ദ്രാവക ലാവാ പ്രവാഹങ്ങളാൽ നിർമ്മിച്ച ഒരുതരം അഗ്നിപർവ്വതമാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. വളരെ ചെറിയ അഗ്നിപർവ്വതങ്ങളാണ് ലാവാ ഡോമുകൾ. ഇവ വളരെ ചെറിയ ഉയരമുള്ളവയാണ്. ഭൂമിയുടെ ഉപരിതലത്തിനടിയിലൂടെ താപം നീങ്ങുന്നതിന്റെ ഫലമായാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂമിയിൽ മാത്രമുള്ളതല്ല, ഉപഗ്രഹങ്ങളിലും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കാറുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് ഒളിമ്പസ് മോൺസ്. ലോകത്തിലെ ഏറ്റവും വലിയ സജീവമായ അഗ്നിപർവ്വതമാണ് മൗന ലോവ. വളരെ സാവധാനത്തിൽ ലാവ ഒഴുകുന്ന ഷീൽഡ് അഗ്നിപർവ്വതമാണ് മൗന ലോവ. 1843 മുതൽ ഇത് നിരവധി തവണ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. കിലൗയ മറ്റൊരു സജീവ അഗ്നിപർവ്വതമാണ്. ലാവാ പ്രവാഹം കാണാൻ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായി അടുത്തെത്താൻ സാധിക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്. ലോകത്തിലെ അപകടകരമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ഇറ്റലിയിലെ വെസൂവിയസ്. ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയതും മനോഹരവുമായ കോൺ ആകൃതിയിലുള്ള അഗ്നിപർവ്വതമാണ് മൗണ്ട് ഫ്യൂജി. നിലവിൽ സജീവമല്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും സജീവമാകാൻ സാധ്യതയുള്ള അഗ്നിപർവ്വതമായി ഇതിനെ കണക്കാക്കുന്നു. ഇന്ത്യയിലെ ഒരേയൊരു സജീവ അഗ്നിപർവ്വതമാണ് ആൻഡമാൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ബാരൻ ദ്വീപ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അന്തരീക്ഷ താപനിലയെ കുറയ്ക്കാനും വലിയ തോതിൽ ചാരവും സൾഫ്യൂരിക് ആസിഡും അന്തരീക്ഷത്തിലെത്തിക്കാനും കാരണമാകുന്നു. പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് ലോകത്തിലെ ഭൂരിഭാഗം സജീവ അഗ്നിപർവ്വതങ്ങളും സ്ഥിതി ചെയ്യുന്നത്.